ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒത്തിരി പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ തേങ്ങയൊന്നും അരക്കാതെ കറി ചെയ്ത് കാണിക്കണമെന്ന്. അപ്പം തേങ്ങയൊന്നും അരക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മീൻ കറിയാണ്. ഞാനിത് കണമ്പ് മീൻ വെച്ചാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരം ചെയ്തെടുക്കുന്ന കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ അടുത്തിട്ട് റവ അപ്പം അതുപോലെ തന്നെ ചില്ലി ചിക്കന് ഒത്തിരി പേരുണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കണമ്പാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് മീനാണ്. ഇതുപോലെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് മീൻ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. മീൻ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ ഒരു സബ്സ്ക്രൈബറുമായ ഡെൻസിയുടെ വീട്ടിൽ നിന്ന് നല്ല ക്ലീൻ ആക്കിയൊക്കെ എനിക്ക് തന്നതാണ്. അപ്പോൾ ഡെൻസിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇനി കറിക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്. സവാളക്ക് പകരമായിട്ട് നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി വേണ്ടത് കറിവേപ്പില, പച്ചമുളക് 2 നീളത്തിൽ മുറിച്ചത്. ഞാനിവിടെ 2 വെളുത്തുള്ളിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി. എരിവിനായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. കാശ്മീരി ചില്ലിക്ക് പകരം നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി വേണ്ടത് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മൺചട്ടി കൂടുതൽ ചൂടാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എണ്ണ എല്ലായിടത്തും ഇതുപോലെ പിടിക്കുകയാണെങ്കിൽ ചട്ടിയുടെ ചൂട് കുറച്ച് കുറയുകയും പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ഇല്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് കളർ മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയെല്ലാം സോഫ്റ്റായി ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും കറിയുടെ കളർ തന്നെ പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യും. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വരുന്നവരെ നന്നായിട്ട് വഴറ്റാം. ഇനി മസാലയിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളി ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമെല്ലാം നിങ്ങളുടെ ഗ്രേവിയുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നാലും കൂടുതൽ വെള്ളം ചേർക്കാത്തതാണ് നല്ലത്. ഈ കറി കുറച്ച് കുറുകിയിരിക്കുന്നതാണ് നല്ലത്. പുളിക്കായിട്ട് നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരമായിട്ട് വാളംപുളിയോ കുടംപുളിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും പുളിയെല്ലാം നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പതുക്കുന്ന സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താലും മതി.
മീൻ ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ചട്ടി മൂടി വെച്ച് കുക്ക് ചെയ്യണം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആദ്യം കുക്ക് ചെയ്യണം. അപ്പോഴേ മീനിൽ ഉപ്പും പുളിയൊക്കെ പാകത്തിന് പിടിച്ച് കിട്ടുകയുള്ളൂ. മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 5 തൊട്ട് 8 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റിയിട്ടൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പം മീൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റെല്ലാം ആയിട്ടുണ്ട്. മീനിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റി ചെറുതായിട്ട് കുറിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ മീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വലിയ മീനൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയം എടുക്കും കുക്ക് ആകാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മീനിൻ്റെ പാകം നോക്കി നിങ്ങൾ വേവിക്കുക. മീൻ കുക്ക് ചെയ്യുന്ന സമയത്ത് 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പും പുളിയൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഇനി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്യാം. എന്നാൽ മീൻ കൂടുതൽ വെന്തുടഞ്ഞു പോകാനും പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ മീൻ പാകമായി വന്നിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് തൂവി കൊടുക്കാം. കറിവേപ്പില ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ചട്ടി ഒന്ന് മൂടി കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായ കണമ്പ് കറി റെഡിയായി കഴിഞ്ഞ് നമുക്കിത് ഏത് മീൻ വെച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കപ്പയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.